ഹായ്, അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാന് കുറച്ച് കമന്റ് വന്നിട്ടുണ്ട്, അതിന്റെ ഉത്തരം പറയാനായിട്ട് വന്നിരിക്കും. അപ്പം ഇതുപോലെ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുട്ടി എന്നോട് പിന്നെ എന്റെ ഷോർട്ട് വീഡിയോയിലാണ് കണ്ടിട്ടിരിക്കുന്നത്. അപ്പം അതിന്റെ കോഴി ആദ്യമായിട്ട് മുട്ടയിട്ട്, അപ്പം മുട്ടയിട്ടപ്പോ ആ മുട്ടയിൽ ഇങ്ങനെ ബ്ലഡ് കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് സർവ്വസാധാരണ, ആദ്യമായിട്ട് മുട്ടയിടുന്ന ചില കോഴികൾക്ക് ഇതുപോലെ പിന്നെ അതിന്റെ കാര്യത്തിന് വെറും കട്ടിക്കുറവില്ല. അപ്പൊ മുട്ട വരുന്ന സമയത്ത് അതിന്റെ ആ തോല് പൊട്ടി ബ്ലഡ് വരുന്നു. അത് മിക്കവാറും ചില കോഴികൾ മുട്ട ഇടുമ്പോൾ ഉണ്ടാവാറുണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ അതുപോലെ കുറച്ച് ദിവസത്തിന് മുന്നേ ഒരു കമന്റില് അതും എന്റെ സ്ഥിരം വീഡിയോ കാണുന്ന കുട്ടിയാണ്. അപ്പം ഇത് ഇടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു, കർട്ടൻ ഇടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യമേ ഈ കൂടിന്റെ തണ്ട് ഇവിടം കണ്ടോ, ഇവിടം മുതല് ഇങ്ങനെ താഴെ ഇവിടം വരെയുള്ള അളവെടുക്കണം. ഇതുപോലുള്ള ഷീറ്റ് മേടിക്കണം. കറുത്തതോ ഇതോ ആയാലും കുഴപ്പമില്ല. മേടിച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ അളവില്, നീളത്തില്, ഈ വീതിയില് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കമ്പി കണ്ടോ, മേളത്തെ ഈ കമ്പി കണ്ടോ, ഈ കമ്പിയിലോട്ട് ഈ പിന്നെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്നൊന്ന് കറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഹോൾ ഇട്ടിട്ട് കണ്ടോ, ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇത് വെച്ച് ടാഗ് വെച്ച് നമ്മളിങ്ങനെ അടുപ്പിച്ച് അങ്ങ് കെട്ടണം. കണ്ടോ, കെട്ടിയതിന് ശേഷം കാണിച്ചു തരാം ഞാൻ. അങ്ങനെ നമ്മൾ ടാഗ് ഇട്ട് കെട്ടണം. എന്നിട്ട് ലാസ്റ്റ് അടിയിൽ നമ്മളൊരു പൈപ്പ്, ലാസ്റ്റ് അടിയിൽ ഒരു പൈപ്പ് വെക്കണം. പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഒന്ന് മടക്കിയതിന് ശേഷം പിന്നെയും ഇതുപോലെ ഇട്ടിട്ട് ടാഗ് ഇട്ട് കെട്ടണം. ഈ താഴെ ഈ പൈപ്പ് ഇടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാറ്റത്ത് ഇങ്ങനെ പറക്കാതിരിക്കാൻ. അപ്പൊ നമ്മൾ ഈ താഴെ പൈപ്പ് ഇടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് കാറ്റത്ത് പറക്കാതിരിക്കാനാ. പൈപ്പ് ഇടുമ്പോൾ ഒരു വെയിറ്റ് വരും, അപ്പൊ അതിങ്ങനെ കിടക്കും. കണ്ടോ, അതിനുശേഷം നമ്മൾ പകലൊക്കെ ആകുമ്പോ ഇങ്ങനെ ചുരുട്ടണം. ഇങ്ങനെ ചുരുട്ടി നമ്മളൊരു കയർ ഇടണേ. ഇങ്ങനെ ചുരുട്ടിയതിന് ശേഷം ഇങ്ങനെ വെച്ചങ്ങ് സെറ്റ് ചെയ്യാൻ മതി. കെട്ടുമ്പോ മഴയുള്ളപ്പോ താത്തിടാം. അതുപോലെ രാത്രിയിലും താത്തിടുന്ന നല്ലത്. എവിടെ മറ്റു ജീവജാലങ്ങളൊന്നും കാണത്തില്ലല്ലോ, അതും നല്ലത്. അങ്ങനെ ഇട്ട ബന്ധോസായി. അപ്പൊ വെയിലും കാറ്റും മഴയൊന്നും ഏക്കത്തില്ല. അതുപോലെ ഈ രണ്ട് സൈഡിൽ വേണമെന്നില്ല. ഞാൻ പിന്നെ മഴ വന്നപ്പോ ഒന്ന് എടുത്തിട്ടെന്നുള്ളതേ ഉള്ളൂ. ഈ ഫ്രണ്ടിൽ മാത്രം മതി. അപ്പൊ ഇവരെല്ലാം കൊണ്ട് സുരക്ഷിതമായിട്ട് കിടന്നോളൂ. അപ്പൊ അന്നേരം ഇതുപോലൊരു കമന്റിന് ഇതുപോലെ കണ്ട് അവരുടെ കോഴിക്ക് ഇങ്ങനെ ശ്വാസം മുട്ടല് പോലെ ഇങ്ങനെ ശ്വാസം വിടുമ്പോൾ കാണിക്കുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു കഫക്കെട്ടുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്. എന്റെ കോഴിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ, മരുന്ന് പറഞ്ഞു തരാൻ. അപ്പൊ എനിക്ക് പരിചയമുള്ളൊരു വെറ്റിനറി ഡോക്ടർ ഉണ്ട്. അപ്പൊ ആ പുള്ളിയോടെ ചോദിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മരുന്ന് പറഞ്ഞു തരാം. കാരണം എന്റെ ചില കോഴികളെല്ലാം ഇടുന്ന മുട്ടയ്ക്ക് ഈ രണ്ട് കരുവ്, മിക്കവാറും ഇവരിടുന്ന മുട്ടയ്ക്കെല്ലാം രണ്ട് കരുവ് ഇത്രച്ച വലിപ്പമുണ്ട്. അല്ലാതുള്ള മുട്ടയ്ക്ക് വലിപ്പം ഇത് രണ്ട് കരുവിനുള്ളില് അപ്പുറത്ത് വിട്ടിട്ടുണ്ട്. രാവിലെ എല്ലാരും ഇട്ട് കഴിഞ്ഞതാ. പിന്നെ ചിലരൊരു 3-4-5 പേര് ഇതുപോലെ വൈകിട്ടും രാത്രിയിലുമായിട്ടാണ് മുട്ടയിടുന്നത്. ഇനിയിപ്പോ പുല്ല് കൊടുക്കേണ്ട സമയമായി. പുല്ല് പോയി അരിഞ്ഞു കൊടുക്കണം. ഉറുമ്പിന്റെ ശല്യമുണ്ട്. ഈ തീറ്റയൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴും താഴെ വീഴും, അല്ലാതെ ഇവര് കഴിക്കുമ്പോഴും താഴെ വീഴും. ഇനിയിപ്പോ അപ്പുറത്തെ സൈഡിലെ കാഷ്ടമെല്ലാം കോരി വൃത്തിയാക്കി. ഇനി ഇവിടത്തെ ഉണ്ട് കോരാൻ. ഉറുമ്പിന്റെ ഭയങ്കര ശല്യം. മഴയും കൂടെ പെയ്യുന്നത് കാരണം പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റയൊക്കെ താഴെ വീഴും. ഇന്ന് എനിക്ക് 40 മുട്ടയോളം കിട്ടിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് കടയിൽ കൊണ്ട് കൊടുക്കണം. അതിനകത്തിൽ ഇനി 3-4 പേരോട് ഇടാനുണ്ടെന്ന് തോന്നുന്നു. അതിനകത്തിൽ ഇതേപോലെ മുട്ട ഇടും കേട്ടോ. ഇതുപോലുള്ള വലിയ മുട്ടകൾ വരുമ്പോൾ ഞങ്ങള് മിക്കവാറും ചിലതൊക്കെ വീട്ടിലേക്ക് അങ്ങ് എടുക്കും. 2 കരുവുണ്ട്. കാരണം എന്റെ ഈ വലിപ്പമുള്ള മുട്ട മിക്കവാറും വരുന്നതിന് ഒരു സീക്രട്ട് ഉണ്ട്. അതെന്തുവാന്നറിയാവോ? അത് ഒരു പോച്ചയാണ്. പോച്ച ഞാൻ എപ്പോഴും പറയുന്ന പോച്ചയാണ് കപ്പലേണ്ടി പോച്ച. കപ്പലേണ്ടി പോച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ഈ പശുവിന് കൊടുത്താലും പാലിന് നല്ല കൊഴുപ്പും യഥേഷ്ടം പാലും ഉണ്ടാവും. അതുപോലെ തന്നെ കോഴിയുടെ മുട്ടയ്ക്ക് നല്ല വലിപ്പം വരും, നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് കഴിവതും എല്ലാവരും കപ്പലേണ്ടി പോച്ച തന്നെ കൊടുക്കും. എനിക്ക് കൂടുതൽ മുട്ട കണ്ടിരിക്കാനുള്ള 2 കരുവുണ്ട്. അല്ലാതുള്ള മുട്ടയെന്നാണ് വലുത്. എല്ലാം വലുത് തന്നെ. പിന്നെ അതിന്റെ അത്രയും വരുന്നില്ലെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ആ മുട്ടയ്ക്കെന്ന് എല്ലാവരും പറഞ്ഞു. നല്ല പുറന്തോടിനൊക്കെ നല്ല ഭയങ്കര കട്ടിയാണ്.
അപ്പം കപ്പലണ്ടി പോച്ച് മിക്കവാറും എല്ലായിടും ഉണ്ട്. കഴിവതും അത് മാത്രം കൊടുത്താൽ ഒന്നുകൂടി നല്ലത്. ഞാൻ അത് മാത്രം കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചിലപ്പോഴെങ്ങാനും അത് പറിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ വാഴയില കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇതുപോലെ എനിക്കൊരു കമന്റ് വന്നായിരുന്നു, പിന്നെ കോഴി കുറച്ച് 1 മാസം പ്രായമുള്ള കോഴികളെ വളർത്തുന്നുണ്ട്, അപ്പൊ അവര് തൂങ്ങി നിൽക്കുന്നുണ്ട്, അതെന്താ കാരണം എന്ന് എന്നോട് ചോദിച്ചു. അത് പല കാരണം കൊണ്ടും അങ്ങനെ ഉണ്ടാവാം. ഒന്നാമത് നമ്മുടെ കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടാവാം, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവറിന്റെ കുറവ് കൊണ്ടാവാം, അല്ലെങ്കിൽ വിരയുടെ ശല്യം ഉള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ആ പരിസരം അല്ലെങ്കിൽ കൂടിനകത്തെ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു വൃത്തികേട് വല്ലതായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആവാം. നമ്മൾ ഈ പ്രായത്തിൽ ഇവരെ നല്ല വൃത്തിയായിട്ടുള്ള കൂടുകളിൽ വേണം ഇടാൻ. അപ്പം പിന്നെ ഞാനാണ് എന്റെ വീഡിയോയിലെല്ലാം ഇവർക്ക് കൊടുക്കുന്ന മരുന്നുകളെ കുറിച്ച് പറഞ്ഞു. ഓസോമിൻ എന്ന് പറഞ്ഞ മരുന്ന് ഇപ്പോൾ കൊടുക്കത്തില്ല കൊച്ചു കോഴികൾക്ക്, കാരണം അത് മുട്ട ഇടാൻ തുടങ്ങുന്ന കോഴികൾക്കാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ നമ്മള് പിന്നെ വൈറ്റമിന്റെ ഒരു മരുന്നുണ്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലിവറിനും ഒക്കെ അസുഖം, ലിവ് 52, അത് AB+, ഈ 2 മരുന്നുകളും സ്ഥിരമായിട്ട് 30 ദിവസം ഇടവിട്ട് കൊടുത്താൽ മതി. പിന്നെ വിര മരുന്ന്. അപ്പൊ ഇതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ താഴോട്ടുള്ള വീഡിയോകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇവർക്ക് കൊടുക്കുന്ന മരുന്നുകളെല്ലാം വിശദമായിട്ട് എങ്ങനെ കൊടുക്കണമെന്നും എത്ര തുള്ളി കൊടുക്കണമെന്നും ഏതൊക്കെ ദിവസങ്ങളിൽ കൊടുക്കണമെന്നും ഉള്ള എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഒക്കെ ഒന്ന് കയറി കണ്ട അതിൽ നിന്ന് വേണ്ടുന്ന ഉത്തരം കിട്ടും. പിന്നെ നിങ്ങൾ പിന്നെ കോഴി എല്ലാം തൂങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മരുന്ന് കൊടുത്ത് ഇനി മാറ്റാനായിട്ട് നിൽക്കാതെ ഒരു വെറ്റിനറി ഡോക്ടറെ സമീപിച്ച് മരുന്ന് മേടിച്ച് കൊടുക്കുക. അപ്പൊ ഇതുപോലെ പിന്നെ കരിങ്കോഴിയും നാടൻ കോഴിയും ഒക്കെ കായംകുളത്ത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ നേരത്തെ നാടൻ കോഴിയായിരുന്നു വളർത്തിയിട്ടുള്ളത്. അപ്പൊ അവര് ഞാൻ കായംകുളത്തു നിന്നും വീടുകളിൽ നിന്നും ഒക്കെ ആയിരുന്നു മേടിച്ചിട്ടുള്ളത്. ഇപ്പൊ റോഡ് പണി വന്നത് കാരണം ഒരുപാട് പേര് കച്ചവടം നിർത്തി പോയിട്ടുണ്ട്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് മേടിച്ചുകൊണ്ടിരുന്നവരുടെ നമ്പർ ഇപ്പൊ എനിക്ക് അറിയത്തില്ല. അവരെ റോഡ് സൈഡിലൊന്നും കാണുന്നുമില്ല. അതുകൊണ്ട് എവിടാന്ന് എനിക്ക് അറിയാൻ വയ്യ. അത് കാരണം വ്യക്തമായിട്ടൊരു സ്ഥലം എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ എന്നോട് കമന്റ് ഇട്ട് ചോദിച്ചാൽ മതി. ഞാൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ തിരക്കിയിട്ട് പറയും. അപ്പൊ ഇതുപോലെ എനിക്കൊരു കമന്റ് വന്നായിരുന്നു, 2 മാസം പ്രായമായ കോഴിക്ക് എന്ത് മരുന്നാ കൊടുക്കുന്നതെന്ന്. എനിക്ക് കോഴിയെ കിട്ടുമ്പോൾ 3.5 മാസം പ്രായമായിരുന്നു കോഴിക്ക്. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന മരുന്നെന്ന് പറഞ്ഞാൽ ലീവ് 52ഉം AB+ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ 2 മാസം കൂടുമ്പോൾ ഞാൻ അവർക്ക് വിരയും ഇളക്കും. പിന്നെ മുട്ട ഇടാൻ തുടങ്ങുമ്പോൾ ഓസോമിൻ എന്ന് പറഞ്ഞ മരുന്നും കൊടുക്കും. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മതി, കുഴപ്പമില്ല. ഓസോമിൻ മുട്ട ഇടാൻ തുടങ്ങുമ്പോൾ മാത്രമേ കൊടുക്കാവൂ. മറ്റേ 2 മരുന്നും കൊടുക്കാം. പിന്നെ അത് കൊടുക്കുന്ന വിധങ്ങളും ഒക്കെ ഞാൻ എന്റെ താഴെയുള്ള വീഡിയോകളിലുണ്ട്, കയറി കണ്ടാൽ മതി. ലിവറിനൊന്നും കുഴപ്പം വരാതിരിക്കാനും വൈറ്റമിനിന്റെ കുറവുകൾ വരാതിരിക്കാനും അത് നമ്മൾ 10 ദിവസം കൂടുന്നോറും മാറി കൊടുത്തോണ്ടിരുന്നാൽ മതി. അപ്പൊ എന്റെ 20 ml 25 കോഴിക്ക് 20 ml വെച്ച് അതുപോലൊരു ബക്കറ്റില്. അതുപോലെ തന്നെ പിന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ താഴെയുള്ള വീഡിയോകൾ നോക്കി കയറി കണ്ടാൽ മതി. അതിനകത്ത് എല്ലാം വിശദീകരിച്ച് മരുന്നുകളെ കുറിച്ച് കൊടുക്കുന്നു എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്. ഞാൻ ബായ് പറഞ്ഞു പോയെങ്കിലും ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി. ഇതേ ഇന്നത്തെ എന്റെ കോഴികളുടെ മുട്ടയാണിത്. കണ്ടോ, പുതിയ കോഴികളുടേതും പഴയ കോഴികളുടെയും. പുതിയ കോഴിക്കകത്ത് ഒരു 15 പേരെ ഇടാൻ തുടങ്ങിയിട്ടുള്ള, ഒരു 10 പേരോളം ഇനി ഇടാനുണ്ട്. ബാക്കി അത്രയും പേരുടെ മുട്ടയാണ് ഇന്ന് കടയിൽ കൊടുക്കാനുള്ളത്. കണ്ടോ, ഇത് നമുക്കൊരു സന്തോഷമില്ല ഇതൊക്കെ കാണുമ്പോൾ. നല്ല വലിപ്പമുള്ള മുട്ടകളും കേട്ടോ. അപ്പൊ നിങ്ങളും ഇതുപോലെ പരിശ്രമിക്ക്, നല്ല രീതിയിൽ പോച്ചയൊക്കെ കൊടുക്കും, നമുക്ക് ഇതുപോലുള്ള മുട്ട പെറുക്കാം.